അഭയദാസ്, സാബി നിങ്ങളുടെ ജീവിതം 2 കുഞ്ഞുങ്ങളായി ഡൈവോഴ്സ് എത്തിയതും അത് കഴിഞ്ഞ് കൗൺസിലർ ഒരു ഉപാധി പറഞ്ഞു, ഒരു കുട്ടി അങ്ങനെ ഒരു കുട്ടി ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ അങ്ങനെ ആ കുട്ടികൾ തങ്ങളിൽ പിരിഞ്ഞു പോയതിന്റെ ഒരു വിഷമം മാത്രമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇനി അഭയദാസിന് പറയാം. അല്ല, കുട്ടികൾ അങ്ങനെ പോയിരുന്നു എങ്കിൽ അങ്ങനെ ഒരു വിധി വന്നു കൊണ്ടുപോയി എങ്കിലും വിധി വന്നതാണോ? അല്ലല്ല, അത് വിധിപ്പകർപ്പ് എന്റെ കയ്യിലുണ്ട്. വിധിയുടെ പകർപ്പോ? അതെ, അതായത് നിലവിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, സാർ ഒരിക്കലും ഈ കുട്ടിയെ എനിക്ക് ബലമായി കൊണ്ടുപോകരുത്. ഇത് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ ഞാനൊരു കുട്ടിയെ പലതും കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാനൊരു ഗ്രാമീണ ജീവിതം നയിക്കുന്ന ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ ഒരു കുട്ടിയെ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ അനുസരണയിൽ ഈ കുട്ടി വളരാതെ വരും. ഇപ്പം ഞാനത് ചെയ്യുന്ന ചിലപ്പോൾ തെറ്റായിരിക്കാം, അതറിയില്ല, അതൊന്നും അറിവുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ ഞാൻ കോടതിയിൽ കേസ് കൊടുത്ത് എൻ്റെ കുട്ടിയാണെന്നുള്ളത് ഞാൻ തെളിയിക്കാൻ ഈ മജിസ്ട്രേറ്റ് പറഞ്ഞ് വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക, രജിസ്റ്റർ മാരേജ് ചെയ്ത സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന ഈ സാബി എന്ന് പറയുന്ന സ്ത്രീയുടെ ഇല്ല. ഞാനത് അന്വേഷിച്ച് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സാധനം അവിടെ ഇല്ല. അപ്പോൾ ഇത് കിട്ടൂല. അവസാനം എൻ്റെ കേസ് തള്ളൂ എന്നുള്ള പരുവം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഞാൻ എന്ത് ചെയ്യണം? അല്ല, ഞാൻ കേസ് കൊടുത്ത് എൻ്റെ മക്കളെ എനിക്ക് അവകാശപ്പെട്ടു, മക്കളുടെ അവകാശം, 2 കുട്ടികളുടെ അവകാശം. അപ്പോൾ അതിന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതും കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ഒരു നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ ഞാനൊരു പണി ചെയ്തു. ഈ കുട്ടികൾ ജനിച്ചപ്പം ഈ തൂക്കച്ചിട്ട് കയ്യെ കിട്ടൂലേ, ഇത്ര kg തൂക്കം, പിന്നെ ബേബി, പിന്നെ സാബി ബേബി എന്ന് പറയും. ഇതും ഇവൻ്റെ ഒരു ജനന സർട്ടിഫിക്കറ്റ്, മൂത്ത കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, പിന്നെ പോളിയോ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാമായിട്ട്, പിന്നെ ഹോസ്പിറ്റലിലെ ചീട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഈ മജിസ്ട്രേറ്റിന് മുമ്പിലൂടെ, സാർ അപ്പം എൻ്റെ കേസുള്ള വക്കീലില്ലാണ്ട് നേരിട്ട് കേട്ടുകൊണ്ട്, സാർ എൻ്റെ കുട്ടിയാണെന്നുള്ള തെളിവ് എനിക്ക് തരാൻ ഇതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ഈ സ്ത്രീ അന്നിട്ട് കോടതി വന്നില്ല. പിന്നെ കോടതിയിൽ ഒരിക്കലും ഈ സ്ത്രീ വരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് 16 വർഷമാണ് നിങ്ങൾ ആ കേസ് കൊടുത്തിരുന്നത്. ആ കേസ് കൊടുത്ത് 2 വർഷം. അത് ഞാനാ കൊടുത്തത്. എന്നിട്ട് എനിക്ക് അതിന് കാരണം പറയാം. 2013 ജനുവരി മാസം 22-ാം തീയതി ഈ മൂത്ത കുട്ടി അവനൊരു കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടാണ് ഈ സ്ത്രീയുടെ അമ്മയിൽ നിന്നും ഒരടി കൊടുത്തു. അത് ഒരിക്കലും അമ്മ അടിച്ചത് തെറ്റാന്ന് ഒരിക്കലും ഞാൻ സമ്മതിക്കാതെ കൊച്ചിനെ കൂട്ട് നിൽക്കുക. അതിന് കാരണം നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികളെ നമ്മുടെ മാതാപിതാക്കളാണ് തല്ലുന്നത്. അപ്പം ഞാൻ അവനെ റോഡിൽ വെച്ചാണ് കാണുന്നത്. അതായത് ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിൽ വെച്ചാണ് ഞാൻ ഈ കൊച്ചിനെ വഴിയിൽ വെച്ച് കാണുന്നത്. അപ്പോൾ തന്നെ ഇത് ഞാൻ ആദ്യം മനസ്സിലായില്ല. പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോൾ കൊച്ചിങ്ങനെ ഇങ്ങനെ വായും പൊളിച്ച് പുറകോട്ട് നോക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഓടിച്ചെന്ന് മോനെ എന്താ വിഷയം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് പപ്പ ഇവൻ പറഞ്ഞ ആളറിയും, കരയരുത്. അപ്പം അവിടെ മറ്റുള്ള കൂട്ടുകാർ ലോറിയെ കയറാൻ വേണ്ടി തുടങ്ങുവാണ്. അവിടെ എൻ്റെ കൂടെയുള്ളവർ തടിലോടിന് പോകാൻ ലോറിയെ കയറാൻ തുടങ്ങുവാണ്. അപ്പോൾ എൻ്റെ കാലും വയ്യാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കൊച്ചിനെ വയ്യ മാറ്റി നിർത്തി, മോനെ എന്നാ സംഭവം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അമ്മ എന്നെ തല്ലിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ സത്യം പറയാം, ഇത് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, പപ്പ ഞാനൊരു മരത്തെ കയറിയിരുന്ന് ഒരു വടിയിട്ട് താഴത്തേക്ക് അടിക്കുവാണ്. അപ്പോൾ ചേടത്തിയുടെ മകൻ, അതായത് ഈ സ്ത്രീയുടെ ചേടത്തിയുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ കാലിനിട്ട് കൊണ്ട് തൊലി പോയി. അതിന് അമ്മ എന്നെ അടിച്ചു, വഴക്ക് പറഞ്ഞു എന്ന്. ഞാൻ അപ്പോഴും വെച്ചു, മോനെ നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, നീ തെറ്റ് ചെയ്തിട്ടല്ലേ, ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. അതായത് എൻ്റെ വീട്ടിലേക്ക്. ഞാൻ ഉടനെ അവിടെ ചെന്നിട്ട് വീട്ടിൽ കൊണ്ടേ കൊച്ചിനെ വന്നിട്ട് പറഞ്ഞു, എന്നായാലും മോനെ ഇവിടെ വന്നിട്ടെ, ഞാൻ അന്നേരം എൻ്റെ ഈ തടിലോട് കയറ്റുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, തെറ്റാണെന്നുള്ളത് മനസ്സിലായി. അവര് വളർത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ ആ വീട്ടുകാരെന്ത് മാത്രം അത്രയും ആ ഒരു കുറച്ച് മുൻപ് വരെ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നത് കണ്ടില്ലെങ്കിൽ വിഷമിക്കത്തില്ലേ? നിന്റെ ഭാഗത്താണ് തെറ്റ്. തൽക്കാലം നീ വീട്ടിലോട്ട് പോകുമ്പോൾ ആ വീട്ടിന്റെ തടയിൽ ഇച്ചിരി മുമ്പോട്ട് ഒന്ന് കയറി പോമോനെ എന്ന് പറയുന്നല്ലേ? അല്ല സാർ, അങ്ങനെയല്ല. ഞാനിപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കുട്ടീനെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏത് ഇപ്പം എന്നിൽ സ്നേഹിച്ചു വരുന്ന എൻ്റെ മക്കളിൽ ആരായിരുന്നാലും അവരെ ഞാൻ അംഗീകരിക്കാനും സ്നേഹിക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സന്മനസ്സില്ലാതെ, എൻ്റെ സ്വാർത്ഥമായ കാലം ഞാൻ കൊടുക്കുന്ന മുതലുകളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ അനുസരണയിൽ കൊച്ചു നിൽക്കുകയല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അല്ല, കേക്ക് അതിന് തൊട്ട് പുറകിൽ അവരുടെ അമ്മ വന്നിരുന്നു കേട്ടോ. ഈ 2 മക്കളെയും കൊണ്ട് അമ്മ വന്നിരുന്നു. എൻ്റെ ഇളയ കുട്ടീനെയും കൊണ്ടുവന്നു, ചേട്ടത്തിൻ്റെ കുട്ടീനെയും കൊണ്ടുവന്നു. അങ്ങനെ വന്ന് വീട്ടിൽ നോക്കി ഇപ്പം പോകില്ല. അപ്പൊ ഞാൻ ഈ കൊച്ചിനെ എന്റെ വീട്ടിൽ കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോവാണ് ചെയ്ത്. കേൾക്കാം സാർ, പറയാം. കൂട്ടി കൊണ്ടുപോയി. അത് ചെയ്യരാന്ന് പറഞ്ഞാൽ എന്നെ അന്വേഷിച്ച് വരുന്ന കുട്ടിയെ ഞാൻ പിന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോണോ സാർ? അല്ല, അത് ഞാൻ പറട്ടെ, എന്നിൽ നിന്നും ഞാൻ ഈ കുട്ടിയെ വളർത്തുന്ന സ്വഭാവ രീതികളിൽ നിന്നും ഞാൻ വ്യത്യസ്തമായൊരു മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് പലത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ കൊണ്ടുപോയി ഒരു കുട്ടി അവിടെ നിൽക്കും. ആ കൊച്ചു അവിടെ നിന്ന് പീഡനങ്ങൾ അനുഭവിച്ചാണ് അച്ഛനെ തേടി വരുന്നത്. എന്ത് പീഡനങ്ങൾ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു, ഇപ്പൊ മരത്തിന്റെ അവിടെ നിന്ന് വലിയൊരു കമ്പെടുത്ത്
താഴെ നിൽക്കുന്ന കൊച്ചിനെ അടിച്ച് അതിന്റെ കാല് പൊട്ടിയപ്പോ പറഞ്ഞു നല്ല കാര്യമാണ്, അതുകൊണ്ട് മോനെ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, വിടുവല്ലേ വേണ്ട. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ കുട്ടി എന്നെ തേടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ തേടി വരും? വഴി വന്നപ്പോ യാദൃശ്യമായിട്ട് കണ്ടെന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞേ? അത് യാദൃശ്യമായിട്ട് എന്റെ വീട്ടിലേക്കാണ് ഈ കുട്ടി വരുന്നത്. ഈ വഴിയിൽ വെച്ച് ഞാൻ കണ്ടതുകൊണ്ട് ആ കൊച്ചു 1 കിലോമീറ്റർ കുപ്പിക്കട നടന്നില്ല. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ വീട്ടിലേക്കാ വരുന്നതെന്ന്? പിന്നെ സാർ, അത് ഒരു കുട്ടി ഈ സ്ത്രീ ആ കുട്ടിയുടെ അമ്മ വളക്കുന്ന വീട്ടിൽ നിന്ന് അച്ഛനെ തേടി അല്ലാണ്ട് അച്ഛന്റെ വീട്ടിലേക്ക് അല്ലാണ്ട് പിന്നെ ഒരു കുട്ടി ഏത് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റും? ഏത് ഒരു വീട്ടിലേക്ക് വന്നാലോ അതിന് അടിച്ചു, കരഞ്ഞു, ദേഷ്യം വന്നു, അതങ്ങനെ പോയി. അല്ല, അഭയദാസ് പറഞ്ഞൊരു നല്ലൊരു കാര്യം ആദ്യം അഭയദാസ് പറഞ്ഞു, വീട്ടിൽ അങ്ങനെ നല്ലൊരു രീതിയിൽ അവര് അടി കൊടുത്തത് തെറ്റില്ല. മോനെ അത് തെറ്റല്ല. നീ ഇപ്പൊ ഇറങ്ങി വന്നു, നിന്റെ അവിടെ ഉള്ളവർ പേടിക്കും, അതുകൊണ്ട് മോൻ വിഷമിക്കണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ പപ്പ എടുത്ത് പറഞ്ഞാൽ മതി എന്ന് നിങ്ങളുടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുവോ കാര്യങ്ങളോ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് വിടുകയല്ലേ വേണ്ടി. അവർ അന്വേഷിച്ച് വന്ന അമ്മ വന്ന് കണ്ടു. കണ്ടതിന് ശേഷം കണ്ടു അത് ഈ സ്ത്രീയുടെ അമ്മ തന്നെയാണ് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ എന്റെ ഇളയ കൊച്ചിനെയും ചേട്ടത്തിലെ കൊച്ചിനെയും കൊണ്ട് എളിയ വെച്ചോണ്ട് ഞാൻ അന്നേരം വളരെ ബുദ്ധിമുട്ടിയാണ് വന്നു കണ്ടത്. എവിടെ ഉണ്ട് കേട്ടോ, കൊച്ചുണ്ട്, കൊച്ചിനെ ഇനിയിപ്പോൾ അങ്ങ് വിടുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ കരിമണ്ണൂർ സ്റ്റേഷനിൽ നിന്ന് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു കേസ് കൊടുത്തു. ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അല്ല, ഒരു തരത്തിൽ തട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ പോലും അവരുടെ അറിവില്ലാതെ അവര് വളർത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അച്ഛനായിക്കോട്ടെ ആരായിക്കോട്ടെ അറിവില്ലാതെ കൊണ്ടുപോയാൽ തട്ടിക്കൊണ്ടുപോകലെന്ന് തന്നെയാണ് പറയാ. അല്ലേ? അതൊരു നിയമത്തിന്റെ ഒരു ഭാഷ മാത്രം. അങ്ങനെ വന്നതെങ്കിൽ നമ്മളെ തെറ്റായി തന്നെ അംഗീകരിക്കുന്നു, ഈ വേദിയിൽ അംഗീകരിക്കുന്നു. അതെ, അങ്ങനെ തെറ്റായിട്ട് അവർക്ക് വലിയ വിഷമം തോന്നും. കാരണം നിങ്ങൾ അത്രയും കുഞ്ഞുങ്ങളോട് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ആ 2 കുഞ്ഞുങ്ങളും ആ ഭാര്യയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയില്ല അഭയദാസ്, അല്ലേ? നിങ്ങൾ അത്രയും സ്നേഹിച്ച് ആ കുഞ്ഞുങ്ങള് വന്ന് ആണെന്നുണ്ടെങ്കിൽ വേണ്ട, അന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി പോകണ്ട, എന്റെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കാന്ന് പറയാറുന്നല്ലോ, അല്ലേ? അപ്പൊ സാർ ഒരു കാര്യം ചെയ്യുക, ഇത് നിലവിൽ എൻ്റെ മൂത്ത കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ TV ഇത് ഈ ക്യാമറ നിർത്തി വെച്ചിട്ട് ആ കുട്ടിയോട് ഒന്ന് ചോദിക്കുന്നത് നല്ല കാര്യമായിരിക്കും. കുറേയൊക്കെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീടെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ നമ്മളുടെ ജീവിതത്തിന്റെ സത്യങ്ങൾ എന്താണ് എന്ന് ഇവിടുത്തെ മെമ്പേഴ്സ് ആരും അത് അന്വേഷിക്കാനുള്ള സമയങ്ങൾ കിട്ടിയിട്ടില്ല. അല്ല, അതുകൊണ്ടൊരു വ്യക്തമായ അന്വേഷിച്ചെന്തറിയോ, ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. അവരിപ്പോ അവരുടെ ഭാഗം പറയാം. അപ്പൊ അഭയദാസ് പറയണ്ടത് എന്റെ ഭാഗം പറയാം. ഞാൻ എന്റെ ഭാഗം ചെയ്തൊരു തെറ്റിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞുതരാം. ഈ കുട്ടി ഇങ്ങനെ വന്നതിന് ശേഷം അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വരുന്നൊരു കുട്ടിയെ സ്വീകരിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഓർക്കുന്നുണ്ടായിരുന്നു. അല്ല, ഇഷ്ടപ്പെട്ട് വന്നോണ്ടല്ലോ അഭയദാസ്. അവര് ജോലിക്ക് പോയിരുന്ന സമയത്ത് അവരുടെ അമ്മയോട് വന്ന് അഭയദാസ് ഈ കുട്ടി എനിക്ക് ഇഷ്ടമാണ്, വിവാഹം ചെയ്ത് തരണമെന്ന് പറഞ്ഞതായിട്ടാ പറഞ്ഞത്. അല്ലല്ലോ, അല്ല അങ്ങനെയല്ലല്ലോ. ഇത് പറഞ്ഞു തീർത്തിട്ട് അത് പറഞ്ഞു തരാം. അല്ല, ഇത് അങ്ങനെ പറയൂ. അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ആ കുട്ടി നേരത്തെ മുതലേ പരിചയം ഇഷ്ടപ്പെട്ടതാണോ? അല്ല, അത് അങ്ങനെയല്ല. എൻ്റെ വീടിന് അയലോകത്ത് ഈ സ്ത്രീയുടെ കൂടെ പഠിച്ചൊരു കൊച്ചിന് വീട്ടുപണിക്ക് വന്നതാണ്. അപ്പോൾ എന്നെ കുഞ്ഞിലേ മുതൽ ഈ സ്ത്രീയുടെ ഒരു 14 വയസ്സ് മുതൽ എന്നെ അറിയാവുന്നതാണ്. അങ്ങനെയാണ് വന്ന് കണ്ടും മിണ്ടി അങ്ങോട്ടും മിണ്ടി ഇങ്ങോട്ടും മിണ്ടി അങ്ങനെ ഒരു പ്രണയ ജീവിതമായി. അതിനെല്ലാം ശേഷം കഴിഞ്ഞ് ഗോവ, തമിഴ്നാട് അവിടെ എവിടെയെല്ലാം ജോലിക്ക് പോയി അങ്ങും എടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ ആ സാധനം. അത് ആ കാര്യം മാത്രം ഞാൻ മറന്നുപോയത്. ആ തന്ന ശ്രീയുടെ എഴുത്തുകൾ ഞാൻ കുറച്ച് സൂക്ഷിക്കുന്നുണ്ട്. സത്യമാണ്, ഞാൻ മറന്നുപോയതാട്ടോ. അത് വേണമെങ്കിൽ ഞാൻ നാളെ തന്നെ എന്നിട്ട് പോസ്റ്റിൽ അയച്ചു തരാം. പിന്നെ കുട്ടികളുടെ ഒരു ഓർഡർ ഞാൻ അയച്ചു. അത് മറന്നുപോയി. പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല, ആരെങ്കിലുമായിട്ട് വിവാഹം ചെയ്ത് മതി, ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞാൽ പോയെന്ന് പറഞ്ഞു അദ്ദേഹം പറയുന്നു. എഴുത്തയച്ചു, ഞാൻ ലെറ്റർ എഴുതിയിരുന്നു. പക്ഷെ എനിക്ക് വീണ്ടും ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അല്ല, അതല്ല, നിങ്ങൾ അവരുടെ വീട്ടിൽ പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയും പറയുകയും അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒരിക്കലും വന്നിട്ടില്ല, ഇല്ലാത്ത കാര്യം പറയരുത്. വീടിന്റെ തൊട്ട് താഴെ കൂടെയാണ് വഴി. പിന്നെ ഇവര് കുളിക്കാൻ വരുന്നത് ഞങ്ങളുടെ പറമ്പിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. അപ്പൊ കാണാനുള്ള ഒത്തിരി വേദികളുണ്ട്. വീടിന്ന് പോട്ടെ, എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടുപ്പവും സ്നേഹവും ഉണ്ടായിട്ടുണ്ട്, അല്ലേ? വിവാഹം കഴിച്ചു തരണമെന്ന് പറഞ്ഞ അവരുടെ വീട്ടിൽ പോയിരുന്നോ? ഇല്ല, ഒരിക്കലും ഞാൻ വീട്ടിൽ പോയി ചോദിച്ചിട്ടില്ല. വീട്ടിൽ വന്നില്ല. ഞങ്ങൾ ഇവരുടെ വീടിന്റെ താഴെ 50 മീറ്റർ. അപ്പൊ കന്നാലം തീറ്റിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് അമ്മ വന്ന് കഴിഞ്ഞപ്പോൾ ഞാനും ഇവരും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ പറഞ്ഞു എനിക്ക് ഇവളെ കെട്ടാൻ താല്പര്യം നടത്തി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നീ ഇങ്ങനെ വരരുത്, ഇത് നടക്കില്ല, അങ്ങനെ നമ്മൾ 2 സമുദായമാണ്, 2 കാസ്റ്റാണ്, നടക്കില്ല മോനെ എന്ന് വളരെ മര്യാദ അമ്മ പറയുന്നത് വളരെ മര്യാദയ്ക്കാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു കെട്ടിച്ചു തന്നാൽ ഞാൻ കെട്ടിക്കോളാം, അത് നടക്കില്ല എന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞു. ഞാൻ പോവുക, ഞാൻ ഇറങ്ങിപ്പോരുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ കാണും, വീണ്ടും എഴുത്തയക്കും. ഞാൻ ഒരിക്കൽ പോലും തിരിച്ചൊരെഴുത്ത് പിന്നെ എഴുത്തിലൂടെ പുള്ളിക്കാർ ജോലിക്ക് പോകുമല്ലേ, എഴുത്തിൽ എങ്ങനെയുള്ള അടുപ്പങ്ങളും കാര്യങ്ങളും. പിന്നെ വരുന്ന ഡേറ്റ് പറയും. അപ്പം ഞങ്ങൾ ഒന്നെങ്കിൽ അവിടെ അടുത്ത ആ മേഖലയൊക്കെ മാത്രമേ ഉള്ളൂ. കൂട്ടാലാണ് ഞങ്ങളൊരു തൊടുപുഴ വരുമോ, അത് തൊടുപുഴ ഞങ്ങളുടെ
അല്ല മറ്റൊരു വഴിക്ക് ഞങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ രണ്ട് കുടുംബങ്ങൾ താമസിക്കുന്ന ഏകദേശം ഒരു ആകാശദൂരം ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള കാണലും മിണ്ടലും വർത്തമാനങ്ങളും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു കൂടെ പോവുക അങ്ങോട്ട് ഞാൻ ആ സ്ത്രീയുടെ കൂടെ പോയിട്ടില്ല, പുള്ളിക്കാരി എൻ്റെ കൂട്ടത്തിൽ അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ചുറ്റിക്കറങ്ങൽ ഒരു പ്രണയങ്ങളൊന്നും ഞങ്ങളുടെ ഈ ഒരു വർഷത്തിനകം നടത്തി തരാന്ന് പറഞ്ഞു അല്ലേ അമ്മ? ഇല്ല, നടത്തി തരാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരുടെ മമ്മി പറഞ്ഞത്. നിങ്ങളുടെ അമ്മയല്ല, അവരുടെ മമ്മി പറഞ്ഞു. ചെന്നിട്ട് ഇവര് മമ്മിയെയും അടുത്തുള്ളൊരു ചേച്ചിയെയും പറഞ്ഞു വിട്ടായിരുന്നു. അവരെന്റെ വീട്ടിലോട്ട് വന്നില്ല, വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയപ്പോൾ വഴിയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു. അത് ആ ഒരു വർഷം ഞാൻ കാത്തിരുന്നിട്ട് അവർ വന്നില്ല. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇനി എന്നെ പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എന്നെ കൂട്ടിയിട്ട് അനിയത്തിയുടെ വീട്ടിലോട്ട് പോയത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടത് തന്നെയാണ്? രണ്ടുപേരും ഇഷ്ടപ്പെടാതെ കല്യാണം നടക്കില്ല സാർ. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ഇഷ്ടപ്പെട്ടാണ് കെട്ടിയത്. അഭയദാസിന് അത്രയും സ്നേഹം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പറ്റി അഭയദാസ്? 8ാമത്തെ ദിവസം മുതൽ ഭയങ്കര വഴക്കും ബഹളവും. 8ാമത്തെ ദിവസം വരെ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ ഇപ്പം തുറന്നു തന്നെ പറയുന്നു. അതിന് കാരണം 8ാമത്തെ ദിവസം അല്ല, 14ാമത്തെ ദിവസം ഓർക്കുന്നുണ്ട്. 14ാമത്തെ ദിവസം ഞങ്ങളുടെ തറവാട് വീട് ഇപ്പൊ ഇരിക്കുന്നിടത്ത് നിന്ന് ഒരു 600 മീറ്റർ ദൂരെയാണ്, വനമേഖലയിലേക്ക്. സെറ്റിൽമെന്റ് ഏരിയ, പട്ടയമില്ലാത്ത ഭൂമി, ചുറ്റും വനങ്ങളാണ്. അങ്ങോട്ട് സന്ധ്യാസമയത്ത് ഈ സ്ത്രീ ഞങ്ങളുടെ തറവാട്ടിൽ അവിടെ വന്ന് എന്തോ ഒരു പേടിച്ച് കിട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംവിധാനം ഈ സ്ത്രീയിൽ നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. പേടിച്ച് എന്തോ ഒരു സാധനം സന്ധ്യാസമയത്ത് ഭയന്ന് പേടിച്ച് കിട്ടി. ഇതിൽ പറയാൻ ഞാനൊരു വിശ്വാസിയല്ല, എനിക്ക് അമ്പലത്തിൽ പോകുന്ന ഇഷ്ടമല്ല, പള്ളിയിൽ പോകുന്ന ഇഷ്ടമല്ല, അങ്ങനെയുള്ളൊരു വിശ്വാസിയോ അങ്ങനെ ഒരു അന്ധവിശ്വാസക്കാരനല്ല ഞാൻ. പിന്നീട് ശേഷം എന്ന് പറഞ്ഞ പുള്ളിക്കാരി പല രീതിയിലും വയലൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അടിയുണ്ടായിട്ടുണ്ട്, തല്ലുണ്ടായി, രാത്രി ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും ഈ സ്ത്രീക്ക് എന്തോ ഒരു അസുഖം പിടിപെട്ടതാണ് കേട്ടോ. അങ്ങനെയൊക്കെ എനിക്കത് വിശ്വാസമില്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാം അഭിനയമാണോ? അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ അത് അസുഖമായിട്ട് തന്നെ ഞാൻ കരുതുന്നുണ്ട്. ഈ സ്ത്രീ പറഞ്ഞത് ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് സംബന്ധിച്ച് എന്റെ വീട്ടിൽ നിന്നുള്ള അടുത്തുള്ള അമ്പലത്തിൽ പോയി, ഞങ്ങൾ ഹിന്ദു സമുദായമല്ലേ, അങ്ങനെ പോയപ്പോ പറഞ്ഞത് ഇവരുടെ അമ്മ ഞാൻ ഒഴിവായി പോകാൻ ചെയ്തതാണ്. അതിപ്പോ അവര് സമ്മതിക്കോ? അപ്പൊ അത് എന്തോ ചെയ്താൽ അമ്മയെ ആരെങ്കിലും ചെയ്തതായിക്കോട്ടെ, പക്ഷെ അങ്ങനെ വന്നിരുന്നു, അതൊക്കെ പുറത്തോട്ട് വന്നിരുന്നു. അങ്ങനെ അവര് പറയണു. നിങ്ങൾക്ക് ഓർമ്മയില്ല? ഓർമ്മയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഞാൻ ചെയ്യാത്ത കാര്യം നീ തന്നെ കണ്ണി കണ്ട കാര്യം ഇല്ല സാബി, ഒരിക്കലും അങ്ങനെ കണ്ണി കണ്ട കാര്യം മുഖത്ത് നോക്കി തർക്കിച്ച ആളാ. മുഖത്ത് നോക്കി വേറെ കാര്യങ്ങളാ പറയുന്നത്. ഞാൻ അതല്ല കൂടിയെന്നാണ് ഇവര് പറഞ്ഞത്. ഒന്നിച്ച് കിടക്കാൻ വിളിക്കുമ്പോ ഇവര് വരില്ല. അമ്മ പറയണത് എനിക്ക് ബാധയാന്ന്. എനിക്കറിയില്ല അതെന്ത് ബാധയാന്ന്. അല്ല, അവര് നിങ്ങൾ അങ്ങനെ ഒരു അടുപ്പമോ അങ്ങനെ ഒരു ഭാര്യാഭർത്ത് ബന്ധമോ ജീവിതമോ ഉണ്ടായിട്ടില്ല 2 വർഷം. പിന്നെ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ആ ഡോക്ടർ നിങ്ങളെ ഉപദേശിച്ചു. ഇവര് വന്നില്ല. നിങ്ങൾ തങ്ങൾ ഒരു ബന്ധമില്ലാതെ കൊച്ചുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല, പിന്നെ അത് മച്ചിയാണ് നിങ്ങൾ പറയുമായിരുന്നു. സാബി അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല. മച്ചിന്ന് എത്ര പ്രാവശ്യം വിളിച്ചു. എനിക്ക് പറയാം നിങ്ങൾ 2 പെൺകുട്ടികളായതുകൊണ്ട് നിനക്ക് പെൺകുട്ടി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അതിന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് അങ്ങനെയുള്ള പറയരുത്, അങ്ങനെ പറയരുത്. ഒരിക്കലും ഞാൻ അങ്ങനെ തന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് കുട്ടി ഉണ്ടാകും, എനിക്ക് കുട്ടി ഉണ്ടാകുന്ന തെളിവുണ്ട്. ഞങ്ങൾ പെൺകുട്ടി ഉണ്ടാവുള്ളൂ, പെൺകുട്ടിയെ ചുമ്മാ തമാശയായിട്ട് പറയും. വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല, സംഭവം കുറവ് കാണിച്ചിട്ടില്ല. ഒരു പ്രായം കുറവാണ്, കുഞ്ഞാണ് ഈ പെണ്ണ്. അപ്പോൾ ഒരു ശകലം താമസിച്ചോട്ടെ, അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞ് കംപ്ലൈൻറ്റ് കൂടി ഇതിനകത്ത് കണ്ടുകൊണ്ട് ഒരു പയ്യാട്ടെ എന്നൊരു മൗന രീതി നമ്മളും വെച്ച്. എന്നാലും ശ്രമങ്ങൾ പാഴാക്കിയിട്ടില്ല, അത് സത്യമാണ്. അത് സാബി ഒരിക്കലും ഇവിടെ അത് പറയരുത്. സ്നേഹപൂർവ്വം പെരുമാറിയിട്ടുണ്ടായിരുന്നു. ഈ 14 ദിവസം എന്ന് പറഞ്ഞ് ഇത്രയും നല്ലൊരു പെങ്കൊച്ച് കുടുംബത്തിലേക്ക് ഈ ഭൂമി വേറെ കിട്ടുകയില്ല. ആ പെങ്കൊച്ചിനെ തോന്നിയതായിട്ട് തോന്നുന്നില്ല. ചെയ്ത കാര്യം ചെയ്താൽ തന്നെ പറയാം. പക്ഷെ ആ കുട്ടി സമ്മതിക്കുന്നില്ലല്ലോ. അത്ര നല്ല മിടുക്കിയായിരുന്നു. അല്ല, ഈ കുട്ടി അങ്ങനെ സ്നേഹപൂർവമായ പെരുമാറ്റം തന്റെ ഭർത്താവിൽ നിന്ന് ഉണ്ടായതായിട്ട് സമ്മതിക്കുന്നില്ല. അതിപ്പോ എനിക്കറിയില്ല എന്താണെന്ന്. കൃത്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം നല്ല മിടുക്കി പെണ്ണാകുക. ഒരു ചെറിയ പെൺകുട്ടിയാണ്. അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ തുറന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ, നല്ലൊരു അറിവുള്ളവരെ കൊണ്ടും സംസാരിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒന്നിച്ചു പോയേനെ. അങ്ങും ഒരു പൊരുത്തപ്പെടാൻ ഇങ്ങനെ കിടന്ന് തേങ്ങുന്ന ഒരു രീതികള്. ഒരു നല്ല അറിവുള്ള ഒരാൾ ഇതിന്റെ ഇടയിൽ നിന്ന് താമസിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ എന്റെ കുട്ടിയോട് ചോദിക്കണം. എന്റെ മൂത്ത കൊച്ചു തീരുമാനിക്കേണ്ടത്. ഞാൻ ഒരു മിനിറ്റ് അഭയദാസ്, ഒരു മിനിറ്റ്, നമ്മൾക്ക് അതിലേക്ക് വരാം. ഇപ്പോ അത് കഴിഞ്ഞു, ഒരു കൗൺസിലിംഗ് നടത്തി, പിന്നെ നിങ്ങളുടെ ചെലവിന് മെയിൻ്റനൻസിനായിട്ട് കേസ് കൊടുത്തത് അവരാണ്. അതിപ്പോൾ 2ാമത്തെ കുട്ടിയും ജനിച്ചു കഴിഞ്ഞ് അവർ വീട്ടിൽ പോയി
നിങ്ങൾ പിന്നെ അന്വേഷിക്കുന്നില്ല? അല്ല 3 മാസമാണ്, സത്യമാണ് അന്വേഷിച്ചില്ല കേട്ടോ. അന്വേഷിക്കാൻ വന്നപ്പോഴാണ് ഇത് ചെലവിന് കേസ് കൊടുത്ത് ഞാൻ കോടതിയിൽ ചെന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ല കേക്ക്, അന്വേഷിക്കാതെ എന്ന് എന്റെ ഭാഗത്ത് തെറ്റില്ലാണ്ടാണ് പോയത്. ഞാൻ തെറ്റ് ചെയ്തിട്ടല്ലേ സ്ത്രീ പോയത്. എന്തിനാ പിന്നെ പോയേ? തെറ്റ് ചെയ്യാണ്ടാണോ? കലവും ചട്ടിയും മാത്രം എന്റെ SLC ബുക്ക് വരെ ഞാന്ന് കേറി കത്തിച്ചോളൂ. എന്റെ SLC ബുക്ക് എന്താന്ന് അവിടെ ഇരിപ്പുണ്ടല്ലോ, ചോദിച്ചു നോക്കാം. എന്റെ അടുത്തുനിന്ന് ഈ 3 വർഷം കഴിഞ്ഞുള്ള കാര്യം ഇവർ ഒരു കാരണവശാലും ഇവർക്ക് പറയാനുള്ള ഈ സംഭവം മാത്രം പറയൂ, അതിനുശേഷം ഇറങ്ങി വന്ന് എന്റെ ഓരോ സാധനം നശിപ്പിച്ചോണ്ടിരിക്കുക. പിന്നെ ഞാൻ എന്തിനാ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണില്ല? നശിപ്പിച്ചിട്ടില്ല, അതങ്ങനെ പറയരുത് സാബി, അങ്ങനെ പറയരുത്. അങ്ങനെ തന്റെ ഒരു സാധനവും ഞാൻ നശിപ്പിച്ചിട്ടില്ല. എന്റെ SLC ബുക്ക് എടുത്തോണ്ടോ? എന്റെ SLC ബുക്ക് എടുത്തോണ്ടോ? എന്തിനാ ഈ പ്രശ്നം ഉണ്ടായത്? എങ്ങനെ അവര് ഇറങ്ങിപ്പോണ്ട പ്രശ്നം ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരി ഒരു ദിവസം പോയിട്ട് പുള്ളിക്കാരി ഫോൺ വിളിച്ചു. ഒരു 8-8:30 സമയമായപ്പോൾ ഞാൻ മോനെ ഇങ്ങനെ അവളിവിടെ വർത്താനം പറഞ്ഞിരിക്കുമായിരുന്നു. ഒരു അജിത ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയാണ് വിളിച്ചത്. അപ്പോൾ അതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:50 ബസ്സുണ്ട്, 7:15 ബസ്സുണ്ട്. അന്ന് 8 മണി ആകുമ്പോൾ ഒരു ബസ് അതിൽ ഓടുന്നുണ്ട്. ഈ 2 വണ്ടിക്കും പുള്ളിക്കാർ കയറിയില്ല. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാനിച്ച് ഒച്ചപ്പാടും ബഹളവും ഒക്കെ വെച്ചത് ശരിയാണ്. അങ്ങനെ വെച്ചതിനും പിറ്റേ ദിവസം ചെയ്തൊരു പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ ചേട്ടത്തിയും കൂടെ കൂടി വഴക്ക് പറയുകയൊക്കെ ചെയ്തു. മഴക്കാലം തല്ലിയിട്ടില്ല, സത്യമാണ് ഈ പറയുന്നു, തല്ലിയിട്ടില്ല. പിന്നെ ചില കുറ്റങ്ങൾ കാണുമ്പോൾ ഒരു സ്ത്രീയോട് പറയാൻ പാടില്ല തെറികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു. അതൊക്കെ പോട്ടെ, അതെല്ലാം പോട്ടെ. അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഒരിക്കലും നല്ല സ്വഭാവമല്ലോ. പുരുഷൻ അവൻ പാതാളത്തോളം താഴുകയാണ്. പറയാൻ സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം. പറയാത്തത് അവരവരുടെ മാന്യത വിചാരിച്ചിട്ടാണ്. പെണ്ണുങ്ങൾ തെറി പറയാൻ തുടങ്ങിയുണ്ടല്ലോ, ആണുങ്ങൾ അപ്പോഴേ തൂങ്ങിച്ചാവും. കുഴപ്പമില്ല, ചീത്ത പറഞ്ഞ കുഴപ്പമില്ല. എന്തോ അറിയാവോ, ഭർത്താവ് എന്ന് പറഞ്ഞ സംരക്ഷകനാണ്. ആ സമയത്ത് ചീത്ത പറയണം, ചീത്ത പറയണം. നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഒരു സ്ഥലത്ത് പോയി, കൂട്ടുകാരി ആയിക്കോട്ടെ ബന്ധു ആയിക്കോട്ടെ, പോയിട്ടെന്താ ആ സമയത്ത് വരുന്നേ, സന്ധ്യ വാങ്ങിയിട്ട് എന്തോ താമസിച്ചേ എന്തോന്ന് ചോദിക്കോ, ചീത്ത പറയോ, ഒരടി കൊടുത്താലും തെറ്റൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കക്ഷിക്ക് ഈ സ്ത്രീക്ക് ഫോണുണ്ട്, ചേട്ടാ ഞാൻ ഇന്ന വഴിക്ക്, അല്ല ചേട്ടാന്ന് വിളിക്കാൻ എന്റെ പേര് വിളിച്ചാലും മതി. അല്ലെ അപ്പോഴൊക്കെ ചേട്ടാന്ന് വിളിക്കാമല്ലോ, ഇപ്പോഴെന്റെയോ പേര് ചേട്ടാ. മറ്റൊരു സ്ത്രീയെ കൊണ്ട് ഫോൺ വിളിച്ചാണോ ഞങ്ങളുടെ തമ്മിൽ വിശ്വാസ വഞ്ചനക്ക് എടുക്കുന്നത്? ആ സംഭവം അന്ന് എന്നെ താമസിച്ചെന്ന് ചോദിച്ചു, അത് അവിടെ തീർന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ അവിടെ താമസിക്കുമ്പോ അല്ല ചേട്ടാ കുറച്ച് താമസിക്കും, ആ സ്ത്രീ എന്തിനാ വിളിച്ചു പറയുന്നത്? പുള്ളിയായിട്ട് ഞാൻ മിണ്ടാറേ ഇല്ലായിരുന്നു. മിണ്ടാറില്ലായിരുന്നു, അതാണ് കാര്യം. വർഷങ്ങളായിട്ട് ഞാൻ മിണ്ടാറില്ലായിരുന്നു. വർഷങ്ങളായിട്ട് മിണ്ടാതിനെ കൂടെ താമസിക്കുന്ന ഇളയ കുട്ടി ഉണ്ടായി 55-ാം ദിവസം ഞാൻ എന്റെ ഭർത്താവ് അല്ലാണ്ടാക്കിയത് ഇതിന്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ കാണുകയില്ല.